നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. നാട്ടിലെ രുചിയാണ് നല്ലത്, നാട്ടിലെ രുചിയാണ് നല്ലതെന്ന് പറയുന്നത് ഞാനിപ്പോൾ നിർത്തി. നാട്ടിലെ ആയാലും വീട്ടിലെ ആയാലും കാട്ടിലെ ആയാലും കൈപ്പുണ്യമുള്ള കൈകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് രുചി. അങ്ങനെ നമ്മുടെ കേരളമെമ്പാടുള്ള രുചികൾ തേടിയുള്ള കൈപ്പുണ്യമുള്ള കൈകൾ തേടിയുള്ള ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അയലത്തെ അടുക്കളയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് ഇല്ലാണ്ട് എന്തൊരു തിരുവനന്തപുരമോടെ. അത് തന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഈ ട്രിവാൻഡ്രം സ്ലാങ് അല്ലെങ്കിൽ ഈ ഭാഷ ഇത്രയും സുപരിചിതമാക്കിയത് വേറെ ആരുമല്ല, നമ്മുടെ സുരാജേട്ടനാണ്. സുരാജേട്ടൻ്റെ നാടായ വെഞ്ഞാറമൂട്ടിലാണ്. കറക്റ്റ് വെഞ്ഞാറമൂട്ടിലല്ല, അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ട് വാമനപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് പോകാനുള്ളത് ഇവിടെയല്ല, ഇനിയും പോകാനുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഇവിടെ നടന്നു വന്നപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടയൊക്കെ കാണുന്നുണ്ട്, കുറേ അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ദാഹം, ചെറിയൊരു ദാഹം. അപ്പം എന്നാൽ പിന്നെ ഒരു സോഡ നാരങ്ങ ഉപ്പിട്ടൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പം അതിന് വന്നേക്കാണ്. നമുക്ക് സോഡ നാരങ്ങ ഉപ്പിട്ടത് കുടിച്ചിട്ട് ബാക്കി പോവാം. ഒരു നാരങ്ങ വെള്ളം ഉപ്പിട്ടത്. സോഡയുണ്ടോ? എന്നാൽ ഒരു ഉപ്പിട്ട സോഡ നാരങ്ങ. ഞാനിപ്പോൾ ഉള്ളത് പ്ലാവോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ വെഞ്ഞാറമൂടും കഴിഞ്ഞ് വാമനപുരവും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്ലാവോട് എന്ന് പറഞ്ഞ സ്ഥലം. ഇതും കുറച്ച് ഗ്രാമീണതയൊക്കെ നിറഞ്ഞ പച്ചപ്പൊക്കെ നിറഞ്ഞ പാടവും കൊക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ എന്താണ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നത്, എന്തിനാണ് വന്നത്, എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അറിയാമല്ലോ. ഞാൻ പോകെ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അതെപ്പോഴും സസ്പെൻസാണ്. അപ്പോൾ അതിലേക്ക് പോവാം. ഇവിടെ നിന്നാണോ കപ്പലണ്ടി വാങ്ങി? ഒരു കപ്പലണ്ടി വരും, ഒരു ഇത് പൊതി. ഞാനിപ്പോൾ പ്ലാവോട് നമ്മുടെ തില്ല ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയുടെ അവിടെയാണ്. എനിക്ക് വഴി അറിയില്ല. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചു. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാനായിട്ട് ജീപ്പുമായിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനപ്പോൾ ചേട്ടനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ചേട്ടൻ എപ്പോൾ വരുമെന്ന് അറിയില്ല, നോക്കട്ടെ. വീട്ടിലെന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? തില്ലയ്ക്ക് അറിയുള്ളൂ. ഇവിടെ എന്താ വല്ല പരിപാടിയായിരുന്നോ? ഫംഗ്ഷൻ വല്ലതും വരുന്നോ? ഫുൾ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ. ഹലോ, ഇതാണോ ബർത്ത്ഡേ കാരി? ഹലോ ഹലോ, എന്താ പേര്? അതിശയ. അപ്പൊ ഇന്നെന്താ നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നതൊക്കെയോ?
ഞാനൊരു മോളെ അമ്മയിലോട്ട് കൊടുത്തിട്ട് ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങുമായിരുന്നു. മീൻ പിടിക്കാൻ ഇറങ്ങുവാണോ? നമുക്ക് വെക്കാനുള്ള മീനാണോ? ഒരാള് ഹെൽപ്പിനോട് ആളുണ്ട്, പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോഴാ വന്നേ. എന്നെ മോളെ കൊടുത്തിട്ട് പോരെ, നമുക്ക് എന്നാ പോയി മീൻ പിടിക്കാം. നമ്മള് മീൻ പിടിച്ചിട്ടാണ് വെക്കുന്നത്. ഇവിടെ അടുത്താണോ? അതെ, ഇവിടെ അടുത്താണ്. അങ്ങോട്ടാണ്. ഇവിടെ എല്ലാം ഉണ്ടല്ലോ, കോഴി, ആട്. കോഴിയുണ്ട്, ആടുണ്ട്, എല്ലാം നമ്മുടെ ഗ്രാമം പോലെയാണ്. ഗ്രാമം പോലെയാണ്. നമ്മളല്ല പെടക്കണ മീൻ എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാ കാണിച്ചേ, ഇതാ പെടക്കണ മീൻ ഇപ്പൊ അങ്ങോട്ട് കോർത്ത് കൊണ്ടുവന്നുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് ലൈവായിട്ട് പുള്ളി പിടിച്ച് ഇതാ കോർത്ത് കൊണ്ടുവന്നേക്കുന്ന പെടക്കണ മീൻ. അപ്പൊ ഇതെന്താ ചെയ്യല്ലേ, നമുക്ക് ബാക്കി പോവാം. ബാക്കി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പെടക്കണ മീൻ അങ്ങോട്ട് കറി വെച്ച് കഴിക്കാം. ബാ. അപ്പൊ ദേ നമ്മൾ ഫ്രഷ് ആയിട്ട് പിലോപ്പി പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് പുഴേന്ന്. ചേച്ചി നന്നാക്കാൻ പോവാണ്. മീനിന്റെ വഴുവഴുപ്പുള്ള കാരണം ചേച്ചി ചാരം എടുത്തിട്ട് മീനിലിട്ടിട്ട് ചെയ്യാന്നാ പറയണേ. ചാരം എടുക്കാൻ പോയിക്കോ. നമ്മുടെ സ്ഥിരം പാചകം ചെയ്യുന്നുണ്ടേ, ചാരം ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ടല്ലേ? ചേച്ചി അപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ BBA ഒക്കെ കഴിഞ്ഞു. BBA കഴിഞ്ഞു. അല്ലാണ്ട് ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. എന്നിപ്പോ ഒരു പാട്ടായാലോ? നീ നന്നാക്കണ കൂട്ടത്തിയുടെ പാട്ടൊക്കെ പാടി നമുക്കങ്ങ് നന്നാക്കാം. എന്തായാലും നന്നാക്കണമല്ലോ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല എന്തായിരുന്നു വരി മറന്നു ഞാൻ. ആലോചിക്കട്ടെ, എന്തായിരുന്നു? കരിമീൻ കറിയുണ്ട്. കരിമീൻ കറിയാണ്. കരിമീനൊന്നും കിട്ടിയില്ല. ഇപ്പൊ നമുക്ക് ഇതേ ഉള്ളൂ. പിലോപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. അത് ചാമ്പലിട്ടതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി എടുത്തിട്ട് ഉപ്പിട്ട് ഒന്ന് വരത്തി എടുക്കണം. കാര്യം വരവണം എന്ന് പറഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ എല്ലാം പോകത്തില്ല. കുരുമുളക് പെരട്ടിയിട്ടാ ചെയ്യുന്നത്, പച്ച കുരുമുളക്. ഇവിടെ പച്ച കുരുമുളക് ഇവിടെ തന്നെ പറിക്കോ? ഏതാ? ഇവിടെ തന്നെ വീട്ടില് തന്നെ ഉണ്ട്. ഇപ്പൊ പറിച്ചോണ്ട് വന്ന നല്ല പച്ച കുരുമുളകാണ്. ഇതും ഇപ്പൊ പിടിച്ച നല്ല പച്ച മീനും കൂടി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പോയാലോ? അപ്പൊ നമുക്ക് ബാക്കി അടുക്കള വെച്ച് കാണാം. വാ. ഇനിയിപ്പോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് വെന്ത് വരാനായിട്ട് പാടായിരിക്കും. എത്ര പീസായിട്ടാ? 3-4 പീസായിട്ട് കട്ട് ചെയ്യാം. ഈ കറീന്റെ പേരെന്നാ ചോദിക്കാൻ? പേര് കുരുമുളക് അരച്ച നാടൻ മീൻകറി. കുരുമുളക് അരച്ച നാടൻ കുരുമുളക്. എല്ലാ മീനും ഇതുപോലെ തന്നെ വെക്കാം അല്ലേ? നമുക്ക് എല്ലാ മീനും വെക്കാം, ഇഷ്ടാനുസരണം. ഇന്ന് നമ്മള് പിലോപ്പിയാണ് കുരുമുളക് അരച്ച് വെക്കുന്നത്. 4 പീസായിട്ട് ഒരു മീൻ കട്ട് ചെയ്തിട്ടുണ്ട്. വരയുണ്ടല്ലേ? അപ്പൊ കട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വരയുന്നില്ല. ഒറ്റ മീനായിട്ട് ഇടുവായിരുന്നെങ്കിൽ വരഞ്ഞിടായിരുന്നു. അതിന്റെ അരപ്പെല്ലാം ഇറങ്ങാനായിട്ട്. ഇവിടെ ക്ഷേത്രത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അടുത്ത ക്ഷേത്രത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കാം നമുക്ക്. ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവിടെ എല്ലാ പ്രതിഷ്ഠകൾക്കും തുല്യ പ്രാധാന്യമാണ്. എല്ലാ പ്രതിഷ്ഠയും ഉണ്ട്. കൃഷ്ണൻ, ശിവൻ, അങ്ങനെ എല്ലാ പ്രതിഷ്ഠയും ഉണ്ട്. ഓക്കെ.
അതിലാണോ ഇതിലാണോ കറി വെക്കുന്നത്? ഇതിൽ വെക്കാം, മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. പിന്നെ ഇതില് മസാല എല്ലാം പെരട്ടണം. അപ്പൊ കുരുമുളക് ആയിരിക്കുമല്ലോ എന്തായാലും മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മുടെ അരച്ചു വെച്ച കുരുമുളക്, അരച്ചിട്ടും ചതച്ചിട്ടും അല്ലേ? അരച്ചിട്ടുണ്ട്, അരഞ്ഞിട്ടുണ്ട്, ചതഞ്ഞും കിടപ്പുണ്ട്. പിന്നെ എന്തൊക്കെയാ വേണ്ടേ? പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഇനി മുളക് പൊടി, ഉപ്പും എണ്ണയും. ഈ മീനിന്റെ കൂടെ നമുക്ക് എന്നാ കൂടെ കഴിക്കാനായിട്ട്? നാടൻ ഒരു ചോറുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ചോറിന്റെ കൂടെ അപ്പൊ ഞാൻ മീൻകറി കൂട്ടാം അല്ലേ? ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ തന്നെയോ? എന്ന് വെച്ചാ നേരത്തെ ഞാൻ വയല് അത് നമ്മുടെതാണ്. ഓക്കെ, വയല് നിങ്ങളുടെയാണ്. അവിടെ ഒരു ഭാഗം നമ്മുടെതാണ്, ഒരു ഭാഗം നിങ്ങളുടെയാണ്. അപ്പൊ കൃഷി നമ്മൾ നേരത്തെ നമ്മൾ തന്നെ നല്ല കൃഷി ചെയ്തു, എടുത്തു, പാറ്റി, പുഴുങ്ങി, കുത്തി എല്ലാം ചെയ്തെടുക്കണോ? നമ്മൾ പറയില്ലേ നാടൻ അരി എന്ന് പറയത്തില്ലേ, അതാണ്. നമ്മള് വന്ന വഴിക്ക് ട്രാക്ടറൊക്കെ കണ്ടില്ലേ? ആ ട്രാക്ടറൊക്കെ കണ്ട വയലിന്റെ ഒരു ഭാഗം ഇവരുടെയാണ്. ഇവർ അവിടെ നിന്ന് അരി എടുത്ത് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മാത്രമാണോ എടുക്കുക, അല്ലെങ്കിൽ പുറത്തോട്ടും കൊടുക്കാറുണ്ട്? പുറത്തേക്കും കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ മീൻ പുരട്ടിയിട്ടുണ്ട്, ഫുൾ എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറെ നേരം വെക്കോ, അങ്ങനെ വല്ലതും വേണോ? ഇല്ല, കുഴപ്പമില്ല. നമ്മൾ തീ കത്തിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി നേരം ഇരുന്ന് പിടിക്കും. അപ്പൊ നമുക്ക് തീ എന്തായാലും അടുപ്പിൽ കത്തിക്കാമല്ലോ. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, നേരെ അടുപ്പ് കത്തിക്കാണ്. തുടങ്ങിയോ? നമ്മള് അടുപ്പ് കത്തിച്ചു. ഇരുമ്പ് ചട്ടിയിലാണ് പൊരിച്ചെടുക്കുക. ഓ, ഇത് ആദ്യം വറുക്കണോ അല്ലേ? അപ്പൊ ഇത് ആദ്യം നമുക്ക് പൊരിക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇരുമ്പ് ചട്ടി വെച്ചു. ഇത് എത്ര നാളായി കുക്കിംഗ്? പണ്ടോട്ടെ ചെയ്യോ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ചെയ്യില്ല? കല്യാണത്തിന് ശേഷം ചെയ്യുന്നു. കല്യാണത്തിന് ശേഷം ചെയ്യുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ആളായി? 3 വർഷമായി. 3 വർഷമായിട്ടുള്ളൂ. കുക്കിംഗ് തുടങ്ങിയിട്ട് അത്രേ ആവത്തുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ കുക്കിംഗ് തുടങ്ങിയിട്ട്. എല്ലാം ചെയ്യുമോ? അത്യാവശ്യം എല്ലാം ചെയ്യും. എന്നാലും ഇഷ്ടമുള്ള എന്താ? ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടമുള്ളതും എന്താ? ചേച്ചി ഫ്രൈഡ് റൈസും ചിക്കനും ചെയ്യുന്നത്. ഫ്രൈഡ് റൈസും ചിക്കനും ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചിക്ക് ചെയ്യാൻ ഇഷ്ടം സാധാ നാടചോറും മീൻകറിയൊക്കെയാണ്. അതാവുമ്പോ പണി പെട്ടെന്ന് തീരും. ടേസ്റ്റും ആയിരിക്കും. അതെ. നിങ്ങക്ക് എപ്പോഴും മീൻ ഇങ്ങനെ പുഴയിൽ നിന്നൊക്കെ പിടിച്ചിട്ടാണോ? കിട്ടാറുണ്ട്. ഈ പുഴ ഏതാ? പുഴയാണോ? വാമനപുരം നദി ആറ് അതിന്റെ ഒരു പാർട്ടാണ് ഇതുവഴി പോകുന്നത്. വാമനപുരം ആറ്. അതാ നമ്മള് മറ്റേ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, വാമനപുരം ബസ് റൂട്ടിന്. വാമനപുരം അല്ലല്ലേ ഇത് വേറെ വാമനപുരമാണ്. കാരേറ്റ വാമനപുരമാണ്. മറ്റേ വാമനപുരം എവിടെ? എനിക്കറിയില്ല. ഇനി കറിവേപ്പില ഫുൾ വേണോ? കുറച്ച് ഒരു ഇതള്. കറിവേപ്പില ഇടുന്ന എന്തിനാ? ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ അല്ലേ? അല്ല, അതിന് ഫ്ലേവറും ഉണ്ടാവും. കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് ഇത് അടിയിൽ പിടിക്കത്തില്ല. നമുക്ക് തിരിച്ചിടാനും ഒന്നും അടർന്നു പോവാണ്ട് കിട്ടും. ഒരുപാട് പോയോ? കുഞ്ഞുള്ളത് കൊണ്ട് നോക്കിയാലേ. ഇന്നലെ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു. വാവേനെ നോക്കാൻ വേണ്ടി ചേട്ടൻ അവിടെ ഇരിക്കുക. ചേട്ടൻ എന്താ ചെയ്യുന്നത് ശരിക്കും? ചേട്ടൻ സൗണ്ട് എഞ്ചിനീയർ ആണ്. പിന്നെ വിജയ സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട്സിന്റെ ഓണറാണ്. അവര് സഹോദരങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നതാണ്. ഒരു മണം വരുന്നുണ്ടോ? ഒരു ലവ് മാരേജിന്റെ ഒരു ഗുണം. സൗണ്ട് എഞ്ചിനീയർ, ഡബിംഗ് ആർട്ടിസ്റ്റ്. ആ നാണം കണ്ട അങ്ങനെയല്ല. ഇല്ല, ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇലക്ഷന്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. വന്നപ്പോഴത്തേക്കും ചേട്ടന് എനിക്കറിയത്തൊന്നുമില്ല. അപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് ഭയങ്കര ഗൗരവത്തിലേക്ക് ഇത് ചെയ്യുമായിരുന്നു. നമ്മളും അത്രയും പേടിച്ചിട്ടൊക്കെ എന്താ വഴക്ക് പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഒരുപാട് പ്രാവശ്യം ടേക്കൊക്കെ എടുത്തെടുത്ത് വഴക്കൊക്കെ കേട്ട് ലാസ്റ്റ് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ പിന്നെ വീട്ടിലൊക്കെ പോയതിന് ശേഷം അല്ലാണ്ട് ഒരു കല്യാണം ആലോചിച്ചൊക്കെ വന്നു. അപ്പൊ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടില് ചോദിച്ചു, നിനക്ക് സമ്മതമാണോന്ന് ചോദിച്ചോ പറഞ്ഞു സമ്മതാണ്. അങ്ങനെ ഒരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം, പക്ഷെ ശരിക്കും ഒരാഴ്ചത്തെ
ഒരു പരിചയമേ ഉള്ളൂ. ഇലക്ഷന്റെ സമയത്ത് എന്തായിരുന്നു പാട്ടോ പാരഡി ഒക്കെ എഴുതി ചെയ്യായിരുന്നു. എഴുതുമായിരുന്നോ? എഴുതുമായിരുന്നോ? കോളേജിൽ വെച്ച് എഴുതുമായിരുന്നു. ചെയ്യൂട്ടോ, പാട്ടൊക്കെ എഴുതുക ചെയ്യും പുള്ളിക്കാരി. മറ്റേ അന്ന് പാടി ഒരു പാരഡി നമുക്കിപ്പോ പാടിയാലോ? ഇലക്ഷൻ അന്ന് പാടി പാരഡി ഓർമ്മയില്ല, 3 വർഷം മുമ്പാ. എന്നാ ഇപ്പൊ പാടുന്ന പാരഡി പാടിക്കോളൂ. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ പിന്നെ ഇലക്ഷനും അങ്ങനെയൊന്നും ഇല്ലല്ലോ, പാരഡി ഇറക്കാൻ വേണ്ടിട്ട്. അല്ലാണ്ട് നാടൻ പാട്ടോ അല്ലെങ്കിൽ പഴയ പാട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ഒരു പഴയ പാട്ടായിക്കോട്ടെ. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, കരിം കല്യാണി നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, കരിം കല്യാണി നെഞ്ചിലെന്ന്. ഓക്കെ, അതാ മീനുമായി ആ വഴിക്ക് അങ്ങോട്ട്. അപ്പൊ അതെ, നമ്മുടെ മീൻ ചേച്ചി വറുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഫുൾ മീൻ വറുത്ത് വന്നു. ഇനി എന്താ പരിപാടി? നമുക്ക് ഈ ചട്ടി മാറ്റിയിട്ട് മൺചട്ടി വെക്കണം. മൺചട്ടി വെക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് പൊട്ടിക്കാം. അല്ല, മീൻകറിയിലോ? അതെ, നമ്മള് മീൻകറിയില് കടുക് പൊട്ടിച്ചാണ് ഇടുന്നത്. ട്രിവാൻഡ്രംകാര് മീൻകറി വെക്കുകയാണെങ്കിൽ കടുക് ഇട്ടിട്ടേ വെക്കുള്ളൂ എന്നാ പറയുന്നത്. ഓക്കെ, കടുക് താളിച്ചാല് കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതല്ലേ? അതെ കേട്ടോ. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോഴത്തേക്കും വറ്റൽ മുളക് ഇല്ല ഇപ്പോഴും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. പിന്നെ ചേച്ചി പഠിച്ചതൊക്കെ അപ്പൊ എവിടെയാ? ഞാന് UP വരെ ചെയ്തത് SNUPS എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് കുറച്ച് മുകളിൽ തന്നെ, SNUPS തേവലക്കാട്. പിന്നെ ഹൈസ്കൂളെല്ലാം 10th +2 ഹയർ സെക്കൻഡറി എല്ലാം ചെയ്തത് RRV രാജാരവിവർമ്മ പാലസിന്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ, പാലസിന്റെ തന്നെ അവിടെ തന്നെ രാജാരവിവർമ്മ കിളിമാനൂർ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി BBA ആണ് ചെയ്തത്. അത് UIT-ലാണ് ചെയ്തത്. UIT പിരപ്പൻകോട്. അപ്പൊ ഡിഗ്രി ജോലിക്ക് പോവാൻ മോളായതുകൊണ്ട് അവർക്ക് ഒരു വർഷത്തേക്ക് ഗ്യാപ്പ് എടുത്തേക്കായിരുന്നു. 1 വർഷം കൂടെ കഴിഞ്ഞേ പോവാൻ പറ്റും. ഡബിങ് അല്ലാണ്ട് ഞാൻ നാടൻ പാട്ട് ട്രൂപ്പിനൊപ്പം പോയിട്ടുണ്ട്. പാട്ട് പാടാൻ പോയിട്ടുണ്ട്. അല്ലാണ്ട് ചെറുതായിട്ടൊക്കെ ഗിറ്റാർ വായിക്കും, കീബോർഡ് പ്ലേ ചെയ്യും. എല്ലാം ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് അങ്ങ് പറഞ്ഞു? പാരഡി എഴുതും, ഡബ് ചെയ്യും, ആഡ്സ് ഒക്കെ ചെയ്യും. മുന്നേക്ക് ചെറുതായിട്ടൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇതിടാറായില്ല. ഇത് 2 ആയിട്ട് മുറിച്ചിട്ട്. ഇനി കറിവേപ്പില കൂടെ എടുത്ത് സവോള വേണം. പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടില്ല. അത് ഫുൾ സവാളയാണോ? അതെ. 2 പച്ചമുളക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിടാം. പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴുന്നു അല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്തൊക്കെയാ? ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഓക്കെ. ഇച്ചിരി കൂടെ ഓല ചുട്ട് വേണം കേട്ടോ. ചേട്ടായിയോട് ചോദിച്ചു നോക്കാം. അതെ, ചേട്ടായി കുറച്ച് ഓല ചുട്ട് വേണം. ഓലച്ചുരുട്ട് ചേട്ടൻ എങ്ങനെയാ ഇതുപോലെ കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? സഹായിക്കും അല്ലേ? പാവം.
കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത്, കാരണം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇട്ട് ഇനി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ? അതെ. പരസ്യത്തിനൊക്കെ ഡബ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ അതെങ്കിലും ഒന്ന് കാണിച്ചാലോ? പാരഡിയോ പാടുന്നില്ല. എന്തിന്റെ പരസ്യം പറയാൻ പോണേ? ഇവിടുത്തെ സ്റ്റുഡിയോയുടെ നമ്മുടെ പരസ്യം തന്നെ പറയാം. നിങ്ങളുടെ പരസ്യം തന്നെ പറഞ്ഞേക്കാം. അതെ, അത് തന്നെ പറയാം. വിജയ ഡിജിറ്റൽ സൗണ്ട്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, പേടികുളം, കാരേറ്റ്. മതിയില്ല? എന്നാ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനും കൂടെ പറഞ്ഞില്ല? അങ്ങനെയെല്ലാം മറന്നുപോയിട്ടുണ്ട്. സ്വന്തം വീട്ടില് ആരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടില് അമ്മയുണ്ട്, അനുജനുണ്ട്, അച്ഛനുണ്ട്. എന്താ ചെയ്യുന്ന എല്ലാവരും? അച്ഛൻ അവിടെ KP ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറാണ്. അമ്മ SNUPS തേവലക്കാട്, ഞാൻ UP സ്കൂളിൽ ചെയ്തില്ലേ, അവിടെ സ്റ്റാഫാണ്. അനുജനുണ്ട്, അവിടെ കിളിമാനൂർ ഗവൺമെന്റ് HSൽ +2 ചെയ്യുവാണ്. അമ്മ വെക്കുന്നതിൽ എന്താണ് ഏറ്റവും ഇഷ്ടം? അമ്മ വെക്കുന്ന ചിക്കൻ കറി ഫുഡ്. ചിക്കൻ കറി സൂപ്പറാണ്. അമ്മ വെക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോവായിരുന്നു? യൂത്ത് ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തില് നാടൻ പാട്ടില് ഫസ്റ്റ് ആദ്യമായിട്ട് നാടൻ പാട്ട് യൂത്ത് കലോത്സവത്തിൽ ആഡ് ചെയ്ത സമയത്ത് നമ്മളാണ് യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നത്. ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റിൽ പോകുന്ന ഫസ്റ്റ് ടീം 6 അതൊരു 4 വർഷം. അത് ഓർമ്മയുണ്ടോ? 4 വർഷം മുമ്പുള്ള അതങ്ങനെ മറക്കാൻ വഴിയില്ല. എന്തായാലും ഫസ്റ്റ് കിട്ടിയതല്ലേ? പാടിയോ? വേറൊരു നാടൻ പാട്ട് പാടിയാൽ മതിയാവും. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ചും, കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ചും ആടി ആടിട്ടെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നേ, ആടി ആടിട്ടെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. അത് ഭയങ്കര നന്നായിട്ട് പാടി, ഞങ്ങളുടെ ആസ്വദിച്ച് സംഗതിയൊക്കെ ഇട്ട് പാടി. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചാറ് ഏകദേശം തിളച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം. ഇനി മീനിടാം. ഇനി നമുക്ക് ഇതിലേക്ക് കൊടംപുളി ഇടണം. നേരത്തെ വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മറ്റേ ഇത് തക്കാളി. ഓക്കെ. ഇനി ഇത് 5 മിനിറ്റ് ഇരുന്ന് വേവണം അല്ലേ? നമ്മുടെ വാവ എന്തൊക്കെയാ കഴിക്കാറായോ? ചോറും എല്ലാം കഴിക്കും. മീൻകറിയൊക്കെ കഴിക്കും? എല്ലാം കഴിക്കും. എരിവുള്ളതൊക്കെ കഴിക്കും? കഴിക്കും. 1 വയസ്സായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എടുക്കാറായി, വാങ്ങാറായി. ഓക്കെ. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വറ്റി നിറം റെഡ് കളറായി. ഒന്ന് ആ നാരങ്ങയെന്ന് ഒരു ഇച്ചിരി പിഴിഞ്ഞു വെക്കാം. കുറച്ച് ചോറുണ്ട്. നമ്മള് നേരത്തെ രാവിലെ കണ്ട ആ വയലിൽ നിന്നുണ്ടാക്കിയ ചോറാണ്. നല്ല കുത്തരി ചോറാണ്. ഇതിന്റെ കൂടെയാണ് ഞാൻ മീൻകറി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിച്ചാലോ? ഓക്കെ. അപ്പൊ ഇതാ നല്ല നാടൻ കുരുമുളകിട്ട മീൻകറിയും നാടൻ ചോറും ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല മണമുണ്ട് ആക്ച്വലി. എനിക്ക് മണം വരുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ടേസ്റ്റ് എന്ന്. അടിപൊളിയായിട്ടുണ്ട് ചേച്ചി, നല്ല രസമുണ്ട്. അത്ര എരിവൊന്നുമില്ല. ഞാൻ പ്രതീക്ഷ അത്ര
എരിവൊന്നുമില്ല, കറക്റ്റ് എരിവാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് കടുകൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേറെ ഒരു ടൈപ്പ് മീൻകറി ആയിരിക്കും എന്നാണില്ല, നമുക്കൊക്കെ പറ്റുന്ന ടേസ്റ്റാണ്. ഞങ്ങൾ കൊച്ചി ആയതുകൊണ്ട് എന്നാലും സ്റ്റിൽ നല്ല രസമുണ്ട്. ഡിഫറെൻ്റ് ആണ്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യൽ കുരുമുളക് അരച്ച മീൻകറി നാടൻ ചോറും. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വരുന്ന കാര്യം പുള്ളിക്കാരനെ പെട്ടെന്ന് വിളിച്ചാണ് അറിയിച്ചത്. അപ്പോൾ പെട്ടെന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് മീനൊക്കെ പിടിച്ച് എല്ലാം ചെയ്ത് നമുക്ക് വേണ്ടി ഇതൊക്കെ റെഡിയാക്കി തന്നതിന് ഒരുപാട് താങ്ക്സ്. നല്ല കറിയാണ്, നല്ല ചോറുമാണ്, നല്ല ശുദ്ധമായ മീൻ ചോറുമാണ്. അപ്പം ഞാൻ ഏതായാലും ഇത് കഴിക്കട്ടെ. നമ്മുടെ ചേച്ചിയുടെ മീൻകറിയും ചോറും പോലെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അടുത്ത രുചി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവും. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതുവരേക്കും ചെറിയൊരു ബൈ.